വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ ആൻഡ് RCC സ്ട്രക്ചറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ 1 മാർക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിലിപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ 2023യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ 1 മാർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The value of modulus of elasticity of steel is dash megapascal. നമ്മുടെ സ്റ്റീലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. സോ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁵ മെഗാപാസ്കൽ ആണ് വരുന്നത്. 2 × 10⁵ മെഗാപാസ്കൽ ആണ് ഫസ്റ്റത്തെ ആൻസർ. So second one, the length of an equivalent column with a hinge at both ends and having the same load carrying capacity as the member under consideration is known as answer effective length ആണ്. ആൻസർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി വൺ ടൈപ്പ് ഓഫ് സെക്ഷൻ യൂസ്ഡ് ആസ് ടെൻഷൻ മെമ്പർ. ടെൻഷൻ മെമ്പറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രോബ്ലമാണ് ആംഗിൾ സെക്ഷൻ, അതുപോലെ ഐ സെക്ഷനും പിന്നെ ചാനൽ സെക്ഷനാണ്. അപ്പോൾ ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ആദ്യത്തേത് ആംഗിൾ സെക്ഷൻ, അറിയാമല്ലോ. ആംഗിൾ സെക്ഷൻ നോട്ട് ചെയ്യുന്നത് ISA എന്ന് പറഞ്ഞിട്ടാണ്. L ഷേപ്പിലാണ് ആംഗിൾ സെക്ഷൻ ഇരിക്കുന്നത്. സോ അതിൽ തന്നെ രണ്ടാമത് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷനാണ്. ഐ സെക്ഷൻ അറിയാമല്ലോ, ഐയുടെ ഷേപ്പിലായിരിക്കും ഐ സെക്ഷൻ ഇരിക്കുന്നത്. ISMB, ISWB ഇങ്ങനെയൊക്കെ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം. അടുത്ത് പറയുന്ന ചാനൽ സെക്ഷനാണ്. ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? C ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ISMC എന്നൊക്കെ പറയുന്ന ചാനൽ സെക്ഷനാണ്. അപ്പം ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ എഴുതാനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വിൽ ഡിവൈഡ് ദി ക്രോസ് സെക്ഷൻ ഇൻ ടു ഡേഷ് ഏരിയാസ്. എങ്ങനെയാണ്? ഈക്വൽ ഏരിയാസ് ആണ് വരുന്നത്, ഈക്വൽ ഏരിയാസ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, a joint in a flange plate in order to increase its length is termed as. അതിനെ പറയുന്നത് flange splice. Flange splice. Sixth one, according to IS 456/2000, the maximum strain in concrete at the extreme compression fiber is. എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ എന്ന് പറയുന്നത് 0.0035 ആണ് വരുന്നത്. ഇതൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ദ 2 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ലാബ്സ്. സ്ലാബിൻ്റെ ഏതെങ്കിലും എന്താണ് എനി 2 ഡിഫറെൻറ്റ്, എനി എന്നല്ല കേട്ടോ, നെയിം ദി 2 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. ആ 2 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. അത് രണ്ടും എന്ത് ചെയ്യുക, എഴുതുക. 1 way ആൻഡ് 2 way സ്ലാബ്. 1 way ആൻഡ് 2 way സ്ലാബ്. ദെൻ 8th one, the compression member whose effective length is less than 3 times its least lateral dimensions is called. അതിനെ നമ്മൾ പെഡസ്ട്രൽ എന്നാണ് പറയുന്നത്. എന്താണ്? പെഡസ്ട്രൽ. ദെൻ 9th one, the part of a structure which safely transmit the load and moments from the superstructure to the soil is termed as. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൂട്ടിംഗ്. അതിനെയാണ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ നവംബറിലെ ക്വസ്റ്റ്യൻസിൽ, നവംബർ 2023 ചോദിച്ച 1 word ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻസിൻ്റെ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. സ്റ്റീൽ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ അലോയ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. എന്തിൻ്റെയൊക്കെയാണ്? അയണിൻ്റെയും കാർബണിൻ്റെയും അലോയ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റീൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അയൺ ആൻഡ് കാർബൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ഡിഫൈൻ ചെയ്യാനാണ്. എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് മെമ്പറിൻ്റെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ എഴുതുമ്പോൾ ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് of a member to radius of gyration
of the cross section about the axial under consideration. Okay. Then third question എന്ന് പറയുന്നത് സ്ട്രക്റ്റ് ഈസ് എ ഡാഷ് മെമ്പർ. സ്ട്രക്റ്റ് നമ്മൾ പറയുന്നത് എപ്പോഴും പഠിക്കുന്ന സാധനമാണ്, നമ്മൾ റൂഫ് പഠിക്കുമ്പോഴൊക്കെ പഠിക്കുന്നുണ്ട്. സ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്രഷൻ മെമ്പർ. സ്ട്രക്റ്റ് കംപ്രഷൻ മെമ്പറാണ്. സ്ട്രക്റ്റ് ഈസ് എ കംപ്രഷൻ മെമ്പർ. ദെൻ ഫോർത്ത് വൺ, ഡിഫൈൻ പ്ലാസ്റ്റിക് ഹിഞ്ച്. പ്ലാസ്റ്റിക് ഹിഞ്ച് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എ yielding zone with significant in elastic rotation. എന്താണ് ഇലാസ്റ്റിക് റൊട്ടേഷൻ? ഓക്കെ, നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഇലാസ്റ്റിക് റൊട്ടേഷൻ ആണ് വരുന്നത്. അതിന് തന്നെയാണ് ആ ഒരു yielding സോണിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് റൊട്ടേഷൻ ആണ്. അതുപോലെ തന്നെ വിച്ച് ഫോംസ് in a member when the plastic moment is reached at a section. Plastic moment is reached at a section. ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇനിയും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. Then fifth question, name IS codes used for the wind load calculation. Wind load calculation വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് IS 875 പാർട്ട് 3 2015. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. IS 875 പാർട്ട് 3 2015. സിക്സ്ത് വൺ, ഡിഫൈൻ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓഫ് എ റീൻഫോഴ്സ്ഡ് ബാർ. ഇത് നിങ്ങൾക്ക് കോഡ് ബുക്കിൽ അവൈലബിൾ ആണ്. സോ കോഡ് ബുക്കിലുള്ളത് എഴുതിയാലും മതിയാവും. IS 456 ഉള്ളത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് റീൻഫോഴ്സ്മെൻ്റ് ആണ് എംബഡഡ് ഇൻ കോളം ടു അച്ചീവ് ദ സ്യൂട്ടബിൾ ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. ഞാനിപ്പോൾ ജസ്റ്റ് എഴുതാം, നിങ്ങൾ കോഡ് ബുക്കിലുള്ളത് നോക്കുക. ഡെവലപ്മെൻറ്റ് ലെങ്ത് ഈസ് ദി amount of reinforcement embedded in a column to achieve the suitable bond strength between the steel and concrete. ഇതാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഇനി നമ്മുടെ കോഡ് ബുക്ക് IS 456 എടുക്കുക. 26.2.1 നോക്കിയാൽ നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓഫ് ബാറിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പേജ് നമ്പർ 42 26.2.1 ഈ ഒരു പോർഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓഫ് ബാർ. ഇത്രയും പോർഷൻ എഴുതി വെച്ചാലും മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഹൗ വി ക്യാൻ ഐഡൻറ്റിഫൈ എ വൺ വേ സ്ലാബ്. വൺ വേ സ്ലാബിനെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ലാർജർ ബൈ ഷോർട്ടർ സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ്? ലാർജർ സ്പാൻ ബൈ ഷോർട്ടർ സ്പാൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? വൺ വേ സ്ലാബ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലാർജർ ആൻഡ് ഷോർട്ടർ സ്പാൻ ഓഫ് ദി സ്ലാബ് ഈസ് ഗ്രേറ്റർ ദാൻ 2, ഇറ്റ് ഈസ് വൺ വേ സ്ലാബ്. തിരിച്ചാണെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ അത് 2 വേ സ്ലാബ് ആയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in RCC columns the minimum diameter of longitudinal reinforcement bar used thus per IS 456-2000 shall not be less than -mm. കോളം ആണെങ്കിൽ അത് 12 mm ആയിരിക്കും വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം എൻറ്റയർ ഏരിയയിലും നമ്മൾ ഫൗണ്ടേഷൻസ് കൊടുക്കുന്ന കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ കോളംസ് യൂസ് ചെയ്ത് സപ്പോർട്ടൊക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു തരം ഫൂട്ടിംഗ് ആണ് ഡ്രാഫ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നോക്കാം, ദ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ
the type of foundation that covers the entire area under a structure and supports all the columns. Okay, the type of foundations that covers the entire area under a structure and supports all the columns. അതാണ് എന്തെന്ന് പറയുന്നത്, റാഫ്റ്റർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2024 ഏപ്രിൽ നടന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നവംബർ 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം എനി 2 structural steel sections that can be used as compression member. ഏതെങ്കിലും 2 സ്ട്രക്ചറൽ മെമ്പേഴ്സ് എഴുതിയാൽ മതി. നമുക്കറിയാം സിംഗിൾ ആംഗിൾ ഉണ്ട്, ഡബിൾ ആംഗിൾ, ചാനൽ സെക്ഷൻ, ഐ സെക്ഷൻ, പിന്നെ ഹോളോ സർക്കുലർ ഉണ്ട്, ഹോളോ സ്ക്വയർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 2 സെക്ഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ. സിംഗിൾ ആംഗിൾ സെക്ഷൻ, ഡബിൾ ആംഗിൾ, ചാനൽ, ഐ സെക്ഷൻ. ഇതല്ലാതെ തന്നെ ഹോളോ സർക്കുലർ സെക്ഷനും ഹോളോ സ്ക്വയർ സെക്ഷനും ഉണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ നെറ്റ് ഏരിയ ഓഫ് എ ടെൻഷൻ മെമ്പർ. എന്താണ് നെറ്റ് ഏരിയ ഓഫ് ടെൻഷൻ മെമ്പർ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഗ്രോസ് ഏരിയയിൽ നിന്ന് ആ ഒരു റിവറ്റ് അല്ലെങ്കിൽ ബോൾട്ടിൻ്റെയൊക്കെ ഹോൾസ് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി member that is effective in carrying the load under tension, gross area minus holes due to the rivet or bolt. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ സെക്ഷൻ. അതെന്താണ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ അത് തേർഡ് വൺ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ MP ഈസ് ഈക്വൽ ടു ഈൽഡ് സ്ട്രെസ്, FI എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ്, ഇൻറ്റു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഓക്കെ, FI ഇൻറ്റു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. FI എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ്സും അതുപോലെ തന്നെ ZP എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ആണ്. എന്താണ്? പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ആണ്. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. അടുത്ത് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫ്ലക്ഷൻസ് കംസ് അണ്ടർ ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ്. ഡിഫ്ലക്ഷൻ വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റിൽ എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സർവീസിബിലിറ്റിയാണ്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിലാണ് വരുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിലാണ് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The beam section in which tension steel reaches yield strain before the concrete reaches failure strain is called dash section. നമ്മുടെ സ്റ്റീലാണ് ഫസ്റ്റ് ഫെയിലുവർ ആവുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള സെക്ഷനും അത് തന്നെയാണ്. സിക്സ്ത് വൺ, റൈറ്റ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓഫ് ദ റീഇൻഫോഴ്സിംഗ് ഇൻ ദ ഡിസൈൻ ഓഫ് RC ബീംസ്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോഡ് ബുക്കിലുള്ളതാണ്. അതിൻ്റെ പേജ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് കോളം ദാറ്റ് ഫെയിൽസ് ബൈ ക്രഷിംഗ് ഈസ് കോൾഡ് ഡാഷ് കോളം. എന്ന് വെച്ചാൽ ക്രഷിംഗ് ഉണ്ടാവുന്ന ഏത് ടൈപ്പ് കോളത്തിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്? ക്രഷിംഗ് ഉണ്ടാവുന്നത് ഷോർട്ടിനാണ്. ഓക്കെ, ഷോർട്ട് കോളത്തിനാണ് ക്രഷിംഗ് ഉണ്ടാവുന്നത്. അതേസമയം ലോങ് കോളത്തിനാണെങ്കിൽ ബക്ലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ലോങ് കോളത്തിനാണെങ്കിൽ ബക്ലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് എയ്ത്ത് വൺ. ഓക്കെ, എയ്ത്ത് വൺ. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് cross sectional area is the minimum area of longitudinal reinforcement that can be provided in a column. ഇതിൽ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 0.80% ആണ്. നയൻത് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ എഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് നോൺ ആസ് ഡാഷ് ഓഫ് കോളം. ഈ സെയിം ക്വസ്റ്റ്യൻ മുന്നേയും പറഞ്ഞു, പക്ഷേ തിരിച്ചാണെന്നേ ഉള്ളൂ. ഡിഫൈൻ സ്ലെൻഡർനെസ് റേഷ്യോ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? സ്ലെൻഡർനെസ് റേഷ്യോ. ആൻസർ സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഇത് നോക്കി വെച്ചാൽ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും.